സൂപ്പർ നല്ല സൂപ്പർ അങ്ങനെ സൂപ്പർ അടിപൊളി സൂപ്പർ സാധനമാണ്. ഹേ ഹലോ മച്ചന്മാരെ, പാകോളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല സൂപ്പർ ജാം അടിക്കാൻ പോവാണ്, പപ്പായ ജാം. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പായ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. നല്ല കിടിലിനായിട്ട് നമുക്കിത് ചെത്തി പീസാക്കി എടുക്കാം. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. നല്ല കിടിലിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാം ഗൈസ്. നമ്മളിതിനെ ചെത്തിയെടുക്കുന്നു, പീസാക്കുന്നു, നല്ല പോലെ ജ്യൂസാക്കി എടുക്കുന്നു. അങ്ങനെ ദേ നമ്മുടെ ഓമയ്ക്ക കുട്ടന്മാരെ നമ്മളത് ഒരുക്കി ഇറക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് പീസാക്കി എടുക്കാം. വാവ്, അങ്ങനെ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഓക്കെ ഗൈസ്, നല്ല മധുരം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ പപ്പായ നല്ല പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഓരോ പീസായിട്ട് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ വെള്ളം ഒന്നും ഒഴിച്ച് ജ്യൂസാക്കരുത്. വെള്ളം ശകലം പോലെ ഒഴിക്കാതെ നല്ല പോലെ അരച്ചെടുക്കാം. മുഴുവനായിട്ട് തട്ടിക്കൊടുക്കാം. ആഹാ, പറഞ്ഞോ, കംപ്ലീറ്റ് തട്ടിക്കൊടുക്കുകയാണ് ഗൈസ്. അതൊന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തട്ടിക്കൊടുത്ത് അടിച്ചെടുക്കാം. ലെറ്റ് us start. என்ன பண்ணாலும் പ്ലാൻ பண்ணணும் இல்லைன்னா இப்படிதான். എല്ലാം കൂടെ ടൈറ്റായി കൊടുക്കാം ഗൈസ്. വെള്ളം ഒഴിക്കാതെ നമ്മൾ വെള്ളം ഒഴിക്കരുത്, തളരരുത്. നമ്മൾ ശരിയാക്കാം. അറിഞ്ഞു വരുന്നില്ലെങ്കിൽ കൈ വെച്ച് ചെറുതായിട്ട് താഴ്ത്ത് കാത്തു കൊടുത്താൽ മതി. എല്ലാം ശരിയായിട്ട് ശരിയാവും. ശരിയാവും. നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. വാവ്, ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അടുപ്പ് വെക്കാം. ഇത് നമ്മുടെ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് സിമ്മിലിട്ട് വളരെ തീ കുറച്ച് വെച്ച് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് പതിയെ ഇവിടെ നിന്ന് നല്ലപോലെ വറ്റി വരണം. അപ്പോൾ നല്ല പോലെ വെന്ത് വരുന്നിടം വരെ നമ്മൾ സിമ്മിലിട്ട് ഇങ്ങനെ പതിയെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിപ്പോയിട്ട് അടി പിടിക്കും. അപ്പോൾ പെട്ടെന്ന് കളറും മാറും. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്മിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പതിയെ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടി വരും, പേടിക്കണ്ട. നമ്മൾ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീ തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെയൊക്കെ പൊട്ടി വരും. അങ്ങനെ നല്ലപോലെ സാധനം ഒന്ന് വെന്ത് വരും. അങ്ങനെ അഗ്നിപർവ്വതമൊക്കെ പൊട്ടി കുറേ നേരം ആകുമ്പോഴത്തേന് നല്ല വെന്ത മണം വരും. അപ്പോൾ ആ ഒരു മണമൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കിനി പഞ്ചസാര തട്ടി കൊടുക്കാം. നമ്മളെടുത്ത പപ്പായയുടെ അതേ പകുതി അളവിന് നമ്മളത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തട്ടി കൊടുക്കാം. ആഹാ, കിടക്കട്ടെ. അപ്പോൾ ഫുള്ള് പഞ്ചസാരയും തട്ടി കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഇത് അടി പിടിക്കും പഞ്ചസാരയും കൂടെ ആയി കഴിയുമ്പോഴത്തേന്. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കൂട്ടുക ചെയ്ത് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ സമയം നമുക്ക് നല്ലൊരു കറുവാപ്പട്ട, നല്ലൊരു പീസ് കറുവാപ്പട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് തിരിച്ചെടുക്കാം. കുത്തിയിരുന്നു. അപ്പോൾ പഞ്ചസാര ഇട്ട് കുറേ നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ട്
ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് നാരങ്ങാനീര്, ഞാൻ ഇവിടെ ഒരു 3 ടീസ്പൂൺ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പഞ്ചസാര തണുത്ത് കഴിയുമ്പോഴത്തേന് പഞ്ചസാര ഒരു ജെൽ പരുവത്തിൽ കട്ടിയായി പോകും. അപ്പോൾ അത് കട്ടിയാവാതിരിക്കാനും അതുപോലെ തന്നെ ഇതിനൊരു ചെറിയൊരു പുളിപ്പ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നാരങ്ങ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ എടുക്കുന്ന ഓമയ്ക്കയ്ക്ക് അനുസരിച്ചുള്ള നാരങ്ങ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നാരങ്ങ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ ഇങ്ങനെ തിളപ്പിച്ച് കൊടുത്താൽ മതിയാവും. എന്നാൽ മാത്രമേ നമുക്ക് ഈ കളറിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കളറൊക്കെ മാറി വല്ലാണ്ടായി പോവും. അടിയിലൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതിപ്പോൾ അടിയിലൊട്ടും പിടിച്ചിട്ടില്ല, അടിയിലൊന്നും പിടിക്കാതെ നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടും സാധനം. അപ്പോൾ അതുകൊണ്ട് തീ വളരെ കുറച്ചിട്ടിട്ട് വേണം, ഈ പൊടി തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാകം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൻ്റെ അകത്ത് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂണിൻ്റെ അതിൽ ലേശം ജാം എടുത്ത് വെള്ളത്തിലോട്ടിട്ട് കൊടുത്താൽ മതി. ഇത് വെള്ളത്തിൽ കലങ്ങാതെ അടിയിൽ പോയിട്ട് ഇതേപോലെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുത്താൽ മതി. അതെ, കണ്ടില്ലേ, ഈ ഒരു തിക്കാകുമ്പോഴത്തേനും നമുക്ക് ഇത് മാറ്റാം. കാര്യം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഒരുപാട് നമ്മൾ വറ്റിച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കട്ടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ഇതാണ് പരുവം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വാങ്ങി വെക്കാം. വാങ്ങി വെക്കുമ്പോൾ ഈ കറുവാപ്പട്ട നമുക്കെടുത്ത് മാറ്റാം. കറുവാപ്പട്ട നമുക്കെടുത്ത് മാറ്റിയിട്ട് നമുക്കിതിനെ ഒരു ബൗളിൻ്റെ അകത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കിടിലൻ ഓമയ്ക്ക ജാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ബ്രെഡും കൂട്ടി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ജാം, വാവ്, നോക്കൂ ഗൈസ്, നമ്മുടെ ജാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വാവ്, കണ്ടോ, കയ്യിൽ പറ്റിയിരിക്കുന്നുണ്ടോ? നല്ല ജെല്ല് വരുവായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം. ഒരു ബ്രെഡ് എടുക്കുന്നു, ജാം എടുത്ത് ബ്രെഡിലേക്ക് ഇങ്ങനെ വെക്കുന്നു. വാവ്, എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ അതിങ്ങനെ തേച്ച് നല്ല അടിപൊളിയായിട്ട്. ആഹാ, ഇനി അടുത്ത ബ്രെഡ് എടുക്കുന്നു, അതിന് മുകളിലേക്ക് വെക്കുന്നു. സൂപ്പർ. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നല്ല സൂപ്പറായിട്ട് നമ്മൾ അപ്പോൾ ഒരു മിനിറ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇനി ഓമയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ വേസ്റ്റാക്കി കളയാതെ നല്ല അടിപൊളിയായിട്ട് ജാം ഉണ്ടാക്കുക. എന്നിട്ട് നല്ലൊരു കണ്ടെയ്നറിനകത്തിൽ വെള്ളം നനവൊന്നും ഇല്ലാതെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ അതിൽ ജാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ 3-4 മാസത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കഴിച്ചു നോക്കിയിട്ട് പറയാനാണ്. അവിടെ ഇപ്പം വരും. അത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർ, നല്ല സൂപ്പർ. അങ്ങനെ അങ്ങനെ പറഞ്ഞാ പോരാ, നല്ല സൂപ്പർ, നല്ല സൂപ്പർ. അടിപൊളി സൂപ്പർ സാധനമാണ്. എല്ലാവർക്കും ഇത് കഴിക്കാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇത് നല്ല സാധനമാണ്. സൂപ്പർ.